അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് LDF യോഗം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. CPI സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും RJDയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടേതായ ആശങ്കകളും പരാതികളും ഒക്കെ ഉന്നയിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ LDF യോഗം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ RJD കത്ത് കൊടുക്കുകയും ഈ പറഞ്ഞ യോഗത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തത്. പക്ഷേ എന്താണ് ഇവർ ചർച്ച ചെയ്ത കാര്യം? ഇപ്പം എന്താ പറയുക, ബ്രൂവറി വിഷയത്തിലാണെങ്കിൽ പാലക്കാട് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം, ബ്രൂവറി അവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ്, കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും നാഷണൽ മാധ്യമങ്ങളും വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന സമയത്തോടു കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തരൂരിൻ്റെ വിഷയം അടക്കം വന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്ത് എന്താണ് കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഡൽഹിയിലടക്കം മറ്റ് സംസ്ഥാനങ്ങളടക്കം ബ്രൂവറി അടക്കമുള്ള വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ഒയാസിസ് പോലത്തെ ഒരു കമ്പനിയെ കേരളത്തിൽ വരികയും അത് ഈ കമ്പനി കേരളത്തിൽ ബിസിനസ് നടത്താൻ പറ്റില്ല എന്ന രൂപയിൽ ഇവർ തിരിച്ചു പോവുകയും ചെയ്താൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണോ കേരളത്തിൻ്റെ വാല്യൂ നിൽക്കുന്നത്, വ്യാവസായിക സൗഹൃദമാണ് എന്നുള്ള രീതിയിൽ വാല്യൂ നിൽക്കുന്നത്, അതെല്ലാം തകരാനുള്ള ഇടവരുത്തും. അപ്പോൾ അത് വലിയ കാര്യമായി മാറും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? അവരെന്താ പറയുക, ഇപ്പോൾ നിങ്ങളെല്ലാം തന്നെ പറയുന്നു കേരളത്തിൽ 28ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ്, ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കമ്പനി പാലക്കാട് 26 ഏക്കർ സ്ഥലം എടുത്തു. ആ സ്ഥലം എടുത്ത കമ്പനിക്ക് ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് ഈസ് ഓഫ് ഡൂയിങ് ആണ്, എന്ത് ബിസിനസ്സാണെന്നുള്ള ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെ തിരിച്ചു വയ്ക്കും. ആ തിരിച്ചു വയ്ക്കുന്ന എവിടെയാണ്? ഈ പറഞ്ഞ നാഷണൽ മാധ്യമങ്ങളും നാഷണൽ ഇപ്പോഴത്തെ റേറ്റിംഗ് എന്നാൽ 28ാമത്തെ റേറ്റിംഗിൽ നിന്നും ഒന്നാമതായി നിൽക്കുകയാണ്. കാരണം 2 മിനിറ്റിൽ ഒരു കമ്പനി തുടങ്ങാമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതിന് കാരണം എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. കാരണം ഒയാസിസ് കമ്പനി അന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, മന്ത്രി അറിഞ്ഞില്ലേ ഈ കാര്യങ്ങൾ, ഡോക്യുമെൻ്റ് കണ്ടില്ലേ ഈ കാര്യങ്ങൾ വന്നത് എന്നുള്ളതാണ്. അപ്പം പി രാജീവ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞാൻ കാണേണ്ട കാര്യമില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ അവസാനിച്ച് 2 മിനിറ്റ് കൊണ്ട് ഒരു കമ്പനി തുടങ്ങാവുന്ന സംവിധാനം കേരളത്തിലുണ്ട്. അതുകൊണ്ട് എന്താണ്, അവർക്ക് എന്താണോ ബിസിനസ് കേരളത്തിൽ തുടങ്ങേണ്ടത് ആ ബിസിനസ് തുടങ്ങേണ്ട ലൈസൻസുകളും ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകളും എവിടെയാണ് 3.5 വർഷം കഴിഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്താൽ മതി. അത്രയും വലിയ രീതിയിലുള്ള ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ള സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു കമ്പനി വരികയും ആ കമ്പനിക്ക് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുകയും അത് തിരിച്ചു പോവുകയും ചെയ്തിട്ട് അത് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ LDF യോഗത്തിൽ പറഞ്ഞ എന്താണ്, ഇത് ഓൾറെഡി മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. CPM മന്ത്രിമാരും CPI മന്ത്രിമാരും എന്താണ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ പറയുന്ന പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഓൾറെഡി തീരുമാനം എടുത്താണ്. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ആശങ്ക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്, എലപ്പുള്ളിയിൽ നിന്ന് വേറൊരു സ്ഥലം പരിഗണിച്ചുകൂടെ എന്നാണ് വിഷയം ചോദിച്ചത്. എലപ്പുള്ളിയല്ല, അവിടെ എന്താണ് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് കാര്യമായിട്ട് CPI ഉയർത്തിക്കാട്ടിയത്. ആ വേറൊരു സ്ഥലം പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അത് എന്താണ്, ആ കാര്യം ഞങ്ങൾ പരിഗണിക്കാം. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നിങ്ങളുടെ ആവശ്യം എന്താണ്? കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഈ പറഞ്ഞ ബ്രൂവറി കമ്പനി വരുന്നതോടുകൂടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടിവെള്ളം പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ CPIക്ക് എന്താ പ്രശ്നം? CPI ഒരു പ്രശ്നമില്ല. കാരണം അവർ പറയുന്ന കാര്യം അവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ്. അത് RJDക്കും അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ കുടിവെള്ളം ഇല്ലാത്തൊരു സ്ഥലത്ത്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയോട് കൂടി അവിടെ ഒരു ഫാക്ടറി വരിക എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ LDFലെ മെയിൻ ഒന്നാമത്തെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് CPIM അത് ഏറ്റെടുത്തിരിക്കുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ, വേറെ അവർക്കൊന്നും പറയാനില്ല ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്. മറ്റേ എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർ 2 പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കാമെന്നും അത് സെർച്ച് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണല്ലോ ഇന്നത്തെ LDF യോഗത്തിനകത്ത് പ്രധാനമായി ഉന്നയിച്ചത്. ആ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കാര്യമായി പറഞ്ഞാൽ ചെറിയ ഘടകകക്ഷി ഒരു MLA മാത്രമുള്ള RJDനെ വരെ കാര്യമായി പരിഗണിക്കുകയും എന്താണ് രണ്ടാമത്തെ ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ CPIനെ കാര്യമായി പരിഗണിക്കുകയും ചെയ്തു. 2 പേരുടെ ആശങ്കകൾ പരിഹരിച്ച് നല്ല വൃത്തിയായിട്ടുള്ള ഒരു എന്താണ് പറയുക ഒരു LDF യോഗമാണ് ഇന്ന് നടന്നത്. അത് എവിടെയാണ്? CPIൻ്റെ ആസ്ഥാനത്ത് നടന്നു. CPMൻ്റെ ആസ്ഥാനത്തല്ല, CPIൻ്റെ ആസ്ഥാനത്ത് നടന്നു. ഇങ്ങനെ മറ്റു ഘടകകക്ഷികൾ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര കെട്ടുറപ്പോട് കൂടിയിട്ടാണോ സാധാരണ UDF യോഗങ്ങൾ നടക്കാറ്? അല്ലെങ്കിൽ അവിടെ ചർച്ചകൾ ഉണ്ടാകുന്ന അങ്ങനെയാണോ? NDA യോഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? ഇവിടെ ശക്തമായ തീരുമാനം എടുക്കുകയും ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ പ്രൊജക്റ്റിൽ നിന്നും എന്തുകൊണ്ട് LDF സർക്കാരിന് പിന്നോട്ടടിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് പിന്നോട്ടടിക്കാൻ സാധനം, ഇപ്പം കേരളം ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണ്. ആ വ്യാവസായിക സംസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ കേരളത്തെ കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു കമ്പനി വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ട സംവിധാനം, അവർക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത, ആ നാട്ടിൽ ദോഷമില്ലാത്ത, കുടിവെള്ള പ്രശ്നമില്ലാത്ത രീതിയിൽ ആ കമ്പനിയെ കൊണ്ടുപോയി നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് CPIM ഏറ്റെടുത്തതോട് കൂടിയിട്ട് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നടന്ന LDF യോഗത്തിൽ വെച്ച് ഏറ്റവും വൃത്തിയായ യോഗമാണ്. അത് ക്ലാരിറ്റിയോട് കൂടി അവിടെ സംസാരിക്കാനും അത് നേടിയെടുക്കാനും CPIMനെ സംബന്ധിച്ചിടത്തോളം നന്നു. പിന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഈ പറയുന്ന ഘടകകക്ഷിയിൽ 2 ഘടകകക്ഷിയിൽ CPI പ്രധാനപ്പെട്ട ഘടകകക്ഷി മന്ത്രിസഭയിൽ അംഗമാണ്.
അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവരവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അവരോടും കൂടി ആലോചിച്ച ശേഷം ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ഒരു പ്രധാനപ്പെട്ട തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന സമയത്ത് അത് CPI പിന്നെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാതെ ഇപ്പം ബിനോയ് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് മന്ത്രിമാർക്ക് അത് വിശദീകരിക്കാൻ പറ്റാത്ത പോയത്. ഇപ്പം മന്ത്രി K. രാജനും P. പ്രസാദും ഇവർ രണ്ടുപേരാണല്ലോ ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം കൃഷി വകുപ്പിൽ നിന്നാണ് ഫസ്റ്റ് ഒബ്ജക്ഷൻ പോയിരിക്കുന്നത് ഒയാസിന്. അതെ, അല്ല ഞാൻ പറയുന്നത് അത് LDF യോഗത്തിന്റെ പ്രശ്നമല്ല, അത് CPIന്റെ പ്രശ്നമാണ്. അല്ല, CPIന്റെ ഘടകകക്ഷിയിലെ മന്ത്രിമാർ എന്തെങ്കിലും കാര്യം മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കുന്നതിന് മുൻപ് അവർക്ക് തീരുമാനം എടുക്കുന്നതിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തുകയും അത് അവരുടെ CPIന്റെ പാർട്ടിയിൽ സംസാരിക്കുകയും അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുകയും അവിടുത്തെ നേതാക്കന്മാരുമായി സംസാരിക്കേണ്ട വീഴ്ചയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലാതെ അതൊരിക്കലും അത് മന്ത്രിസഭാ യോഗത്തിന്റെ പ്രശ്നമല്ല. മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിയോജനക്കുറിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് CPI നേതാക്കന്മാരുമായി മന്ത്രിമാരും CPI നേതാക്കന്മാരുമായിട്ടുള്ള പ്രശ്നം, അതൊരിക്കലും മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. അപ്പം മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയും അവരുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നതാണ്. അതിൽ ചർച്ച ചെയ്ത് വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ബ്രൂവറിക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത്. പിന്നെ എന്താണ് അടുത്ത കാര്യം? മദ്യനയം ആരുടെ തീരുമാനമാണ്? LDFിൻ്റെ തീരുമാനമാണ്. ആ LDFിൻ്റെ തീരുമാന പ്രകാരമാണ് ഈ പറഞ്ഞ ബ്രൂവറിയും ഈ ഡിസ്റ്റിലറിയും ഒക്കെ തുടങ്ങാമെന്ന് പറയുന്നത്. LDFിൻ്റെ പിന്നെന്താണ് പറഞ്ഞ മദ്യനയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പറഞ്ഞ രണ്ടും, ബ്രൂവറി ആണെങ്കിലും ഡിസ്റ്റിലറി ആണെങ്കിലും. അത് രണ്ടും തുടങ്ങാൻ അവരോട് LDF യോഗം തന്നെ തീരുമാനിച്ചതാണ്. പിന്നെ മൊത്തത്തിൽ LDF എടുത്ത തീരുമാനമാണ് അതിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് തീരുമാനിച്ചു. ആ തീരുമാനിക്കാൻ നടപ്പിലാക്കുമ്പോൾ പിന്നെ അത് എന്തിലാണ് ഈ പറഞ്ഞ മന്ത്രിസഭയിൽ പറഞ്ഞു. ആ മന്ത്രിസഭയിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കുമ്പോൾ പ്രാദേശികമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളെ CPI ചൂണ്ടിക്കാട്ടിയേ ഉള്ളൂ. അതിനേക്കാൾ വേറെ പ്രശ്നമൊന്നുമില്ല. LDF എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മദ്യനയം അവർ രൂപീകരിച്ചു. ആ മദ്യനയം രൂപീകരിച്ച് ബ്രൂവറിയും ഡിസ്റ്റിലറിയും കൊടുക്കാൻ തീരുമാനിച്ചു. ആ കൊടുക്കാൻ തീരുമാനിച്ചത് മന്ത്രിസഭ അംഗീകരിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ഈ സാധനം വരുമ്പോൾ ഈ ഡിസ്റ്റിലറിയും ഇതും വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നം CPIൻ്റെ പ്രാദേശിക ഘടകം ഉന്നയിക്കുന്നു. പ്രാദേശിക ഘടകം സംസ്ഥാന ഘടകത്തോട് പറയുന്നു. സംസ്ഥാന ഘടകം LDFിൽ ഉന്നയിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രോപ്പർ അല്ലേ? നേരത്തെ തീരുമാനിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തീരുമാനിക്കുന്നത് LDFിലെ മദ്യനയത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താണ് വാർത്ത? മുന്നണിയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രതിപക്ഷം പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? നേരത്തെ ഇത് വന്നാൽ കുഴപ്പമില്ല, യോഗത്തിൽ കുടിവെള്ള പ്രശ്നമില്ല എന്ന് CPM അത് ഏറ്റെടുത്തു എന്ന് CPIക്ക് പറയാലോ. അങ്ങനെയല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മദ്യനയത്തിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബ്രൂവറിയും ഡിസ്റ്റിലറിയും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ബ്രൂവറിയും വേണ്ട. അപ്പോൾ ആ തീരുമാനം അവിടെയല്ല സംസാരിക്കേണ്ടത്. അവിടെ സംസാരിച്ചിട്ടില്ലല്ലോ. ബ്രൂവറിയും ഡിസ്റ്റിലറിയും ചെയ്യാമെന്നും ഒരു കേരളത്തിലെ LDF എന്ന് പറയുന്ന സംവിധാനം മുഴുവൻ ഒറ്റക്കെട്ടായി ഒരു LDFിൽ മദ്യനയം പുറത്തുകൊണ്ടിരിക്കുകയും ആ മദ്യനയത്തിൽ ഈ പറഞ്ഞ സംവിധാനം എങ്ങനെ മദ്യം കേരളത്തിൽ വിൽക്കണം, എങ്ങനെ മദ്യത്തെ പ്രതിരോധിക്കണം, ഏതൊക്കെ രീതിയിലാണ് മദ്യത്തിൻ്റെ വ്യാപാരം നടത്തേണ്ടത്, എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മദ്യനയം എന്ന് പറയുന്നത്. ആ മദ്യനയത്തിൽ ഇവരെടുത്ത തീരുമാനമാണ് ഈ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ചെയ്യുക എന്നുള്ളത്. ആ തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. പിന്നെ അത് എവിടെ നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ നടത്താൻ ചെല്ലുമ്പോഴറിയും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്ത് വേസ്റ്റ് കൂട്ടിയിടുന്ന സ്ഥലമുണ്ട്. എവിടെയാണ്? ബ്രഹ്മപുരത്ത് ഇപ്പൊ ബ്രഹ്മപുരം പോയി നോക്കി നോക്കും നിങ്ങൾ. അവിടെ ഫുൾ ഗ്രൗണ്ട് ആക്കി. 18 വർഷത്തോളമായിട്ട് ഏക്കർ കണക്കിന് 10-15-25 ഏക്കർ സ്ഥലം മാലിന്യ കൂമ്പാരമായിരുന്ന ബ്രഹ്മപുരത്തെ 50% സ്ഥലം വീണ്ടെടുത്ത് അവിടെ ഗ്രൗണ്ടാക്കി. എങ്ങനെയാണ് ഗ്രൗണ്ടാക്കുന്നത്? അവിടെ അന്ന് ചർച്ച ചെയ്ത എന്താണ് ഈ പറയുന്ന എറണാകുളം ജില്ലയിൽ ഉണ്ടാകേണ്ട മാലിന്യങ്ങൾ എവിടെ കൊണ്ട് സംസ്കരിക്കണം എന്നൊരു സ്ഥലം കണ്ടെത്തണമല്ലോ. അങ്ങനെ ഒരു അപ്പം നമ്മളിപ്പോൾ പറയാം ബ്രഹ്മപുരത്തെ മാറ്റി കളമശ്ശേരിയിലേക്ക് ആക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിലുള്ള ജനങ്ങൾ എതിർക്കും. ഞങ്ങൾക്കിത് പറ്റില്ല എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഒരു ഡിസ്റ്റിലറിയും ഒരു ബ്രൂവറിയും പാലക്കാട് ചൊല്ലുമ്പോൾ പറയും ഞങ്ങൾക്ക് പാലക്കാട് ഡിസ്റ്റിലറിയും ഇതൊന്നും വേണ്ട എന്ന് പറയും. അവർ പറയാണ് ശരി, അപ്പം ഇത് മലപ്പുറത്തേക്ക് മാറ്റി എന്താ സംഭവിക്കുക? പാലക്കാട് വേണ്ട എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രൂവറിയും ഡിസ്റ്റിലറിയും മലപ്പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറയില്ലേ? അപ്പോൾ അവിടെ നടക്കാതാവും. അപ്പോൾ അത് വലിയ ചർച്ചയാവും. എവിടെയാണോ തീരുമാനിച്ചത് സർക്കാർ എല്ലാവരും തീരുമാനിക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ആ ധാരണ അടിസ്ഥാനത്തിൽ അരിയും നെൽകർഷകരെയും കൂടി തീരുമാനിച്ചാണ് പാലക്കാട് തീരുമാനിച്ചത്. അതെ. Meet the editors.